വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സീരീസ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് പോകാൻ പോകുന്നത് ഗുണ കേവിലോട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞങ്ങളിന്ന് ആദ്യമായിട്ട് വാട്ടർ മെട്രോയിൽ കയറി ഗുണ കേവിലെത്തി. ഗുണ കേവിലോട്ട് കുറച്ച് ലോങ്ങൊന്നുമല്ല, ഒട്ടും ലോങ്ങില്ല. ജസ്റ്റ് ഒന്ന് നടന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണുന്ന കാഴ്ചകളെല്ലാം അതിൻ്റെ സൗണ്ടും അതിൻ്റെ വൈബ്രേഷനും എല്ലാം കേൾക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് അങ്ങോട്ട് നടന്നപ്പോഴത്തേക്കും നമ്മൾ ഗുണ കേവിനുള്ളിൽ എൻ്റർ ചെയ്തു. ആൻഡ് ഇറ്റ് ഈസ് വെരി ഹൊറർ. സത്യം പറയാലോ, നമുക്ക് ശരിക്കും ഹൊറർ ആയിട്ട് തോന്നും, ബട്ട് ഇറ്റ് ഈസ് ടെററാണ്. കാരണം ആ ഒരു ജീവികളുടെ സൗണ്ടാണ്. നമ്മളൊരു കാടിൻ്റെ ഉള്ളിലോട്ട് പോകുന്ന ഫീലിംഗ്, അതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നത്. പിന്നെ ആ ഒരു ഗുണ കേവൊക്കെ കഴിഞ്ഞു എന്നല്ല, കയറിയപ്പോഴത്തേക്കും ഞാൻ കണ്ട കാഴ്ച ഈ ഒരു വെള്ളച്ചാട്ടമാണ്. അത് നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ പുറകിലിട്ടിരിക്കുന്ന ബ്ലൂ ലൈറ്റും ആ ഒരു വെള്ളം വരുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ അടുത്ത് തന്നെ മഞ്ഞുമൽ ബോയ്സ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഐസ്ക്രീം ഒക്കെ തിന്നിട്ട് ഞങ്ങൾ കുറച്ച് കയറി. ഐസ്ക്രീം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, പക്ഷെ കുറച്ച് അങ്ങ് കയറിയപ്പോഴത്തേക്കും ഭയങ്കര കട്ടിയുള്ള വെള്ളത്തിനുള്ളിലോട്ടാണ് കയറിയത്. പിന്നെയാണ് മനസ്സിലായത് ഗുണ കേവ് കഴിഞ്ഞിട്ടുള്ളത്. ഒരുപാട് ആനിവേഴ്സിൻ്റെ ശില്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതൊന്നും വീഡിയോ എടുക്കാൻ നിന്നില്ല. പിന്നെ ഒരുപാട് അക്വാ പെച്ചോ ആണ് കേട്ടോ ഇത്. പിന്നെ അക്വാ പെച്ചോയിലോട്ടാണ് ഞങ്ങൾ എൻ്റർ ചെയ്തത്. ഒരുപാട് ബേർഡ്സ് ഉണ്ടായിരുന്നു, കോഴികളുടെ വെറൈറ്റീസ്, തത്തകളുടെ ഇങ്ങനെ കിടക്കുന്ന വെറൈറ്റീസ്, പീജിയൻസ്, അങ്ങനെ പലതും ഉണ്ടായിരുന്നു. പരമാവധി എടുക്കാൻ പറ്റുന്നത്ര വീഡിയോ എടുത്തു. ഇത് നമ്മൾ വീഡിയോ കാണുന്ന പോലെയുള്ള രസമൊന്നും കിട്ടില്ല. നമ്മൾ നേരിട്ട് കാണണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നേരെ ചെല്ലുക കേട്ടോ. എറണാകുളത്തെ ഗുണ കേവ് എന്നാണ് ഇതിനെ പറയുന്നത്. സ്ഥലമൊന്നുമില്ല, നിങ്ങൾക്ക് വാട്ടർ മെട്രോയിൽ കയറിയിട്ട് കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞാൽ വേഗം എത്തും കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് പിന്നെ ഞങ്ങൾ ആ പെച്ചോ ആ ഒരു ബേർഡ്സിൻ്റെ കഴിഞ്ഞു. പിന്നെ കൂട്ടിലിട്ട പീജിയൻസ്, ഞാൻ പറഞ്ഞ പിജിയാണ് ഇതാണ് കേട്ടോ. പീജിയണം നല്ല രസത്തിന് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച ഷോക്ക് അടിച്ച പോലെ പിജിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ കോഴികളാണ് കേട്ടോ. ഭ്രാന്ത് പിടിച്ച ഷോക്ക് അടിച്ച പോലെ തന്നെ പിജിയനും കോഴിയും എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ കോഴി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, ഈ ഒരു ബ്ലാക്ക് കോഴി. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ തന്നെ വളർത്താൻ തോന്നി. പിന്നെ നമ്മുടെ 2 പൂച്ചക്കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര ഉറക്കത്തിലായിരുന്നു. എഴുന്നേൽപ്പിക്കാൻ നോക്കി, പക്ഷെ എണീറ്റില്ല. അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ഫിഷിൻ്റെ സെക്ഷനിലോട്ട് പോകുമ്പോൾ കളർഫുൾ ആയിട്ടുള്ള ഫിഷസ് ഉണ്ട്, സ്മോൾ ഫിഷസ് ഉണ്ട്, ഷാർക്ക് ഉണ്ട്. അതൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഈ ഒരു അക്വാറിയത്തിൻ്റെ ഉള്ളിൽ ഫിഷസിനെ ഒന്നും കാണില്ല. പിന്നെ എനിക്ക് മനസ്സിലായത് അത് ചത്ത് കിടക്കുന്ന പോലെ ആക്ട് ചെയ്യുന്ന ഒരു ഫിഷിൽ പെട്ട ഫിഷാണെന്ന്. പിന്നെ എനിക്ക് 2 സൈഡിലുള്ള കാരണം ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. അത് കാരണം ഞാൻ അങ്ങനെയും ഇങ്ങനെയും ആക്കിയെടുത്തു. കളർഫുൾ ആയിട്ടുള്ള സ്മോൾ ഫിഷസ് ഇതാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്ത ഫിഷ്. പക്ഷേ അവിടെയുള്ള എല്ലാം എന്നെ അട്രാക്റ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി കൂടുതൽ ഇതായിരുന്നു. എല്ലാം പൊടി മീനുകൾ എന്നൊക്കെ പറയില്ല, അതുപോലെ ആയിരുന്നു. പിന്നെ ഒരു പടത്തിന് ഏറി. പടം നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ പടം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബായ്.